വെൽക്കം ബാക്ക് ടു Onevestor. ഇന്നത്തെ എപ്പിസോഡിൽ ഒരു ഇൻഡിവിജ്വൽ മ്യൂച്വൽ ഫണ്ട് സ്കീമിനെയോ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ മ്യൂച്വൽ ഫണ്ട് പ്ലാനിനെയോ നമുക്ക് എങ്ങനെയൊക്കെയാണ് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നതെന്നാണ് പറയാൻ പോകുന്നത്. നിങ്ങളിപ്പം SBI മ്യൂച്വൽ ഫണ്ടിൻ്റെ ഏതൊരു ഒരു സ്കീമിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾ സെലക്ട് ചെയ്ത മ്യൂച്വൽ ഫണ്ട് സ്കീമിൻ്റെ റെഗുലർ പ്ലാൻ ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ അതിൻ്റെ ഡയറക്റ്റ് പ്ലാൻ ഇൻവെസ്റ്റ് ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് ആ സ്കീമിൻ്റെ ഗ്രോത്ത് പ്ലാൻ ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഡിവിഡൻഡ് പ്ലാൻ ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഡിവിഡൻഡ് റീഇൻവെസ്റ്റ്മെന്റ് പ്ലാനിൽ ഇൻവെസ്റ്റ് ചെയ്യാം. സോ ഇന്നത്തെ എപ്പിസോഡിൽ ഒരു മ്യൂച്വൽ ഫണ്ട് സ്കീമിൻ്റെ റെഗുലർ പ്ലാൻ എന്താണെന്നും ഡയറക്റ്റ് പ്ലാൻ എന്താണെന്നുമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓരോ മ്യൂച്വൽ ഫണ്ട് സ്കീമിനും ഒരു റെഗുലർ പ്ലാൻ ഉണ്ട്, അതുപോലെ ഒരു ഡയറക്റ്റ് പ്ലാനും ഉണ്ട്. റെഗുലർ പ്ലാൻ എന്ന് പറയുന്നത് നമ്മൾ ഏജന്റ് ത്രൂവോ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടർ ത്രൂവോ അല്ലെങ്കിൽ അഡ്വൈസർ ത്രൂവോ വാങ്ങിക്കുന്ന പ്ലാനാണ് റെഗുലർ പ്ലാൻ എന്ന് പറയുന്നത്. ഡയറക്റ്റ് പ്ലാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് അസറ്റ് മാനേജ്മെന്റ് കമ്പനിയുടെ നിന്ന് പർച്ചേസ് ചെയ്യുന്ന പ്ലാനാണ് ഡയറക്റ്റ് പ്ലാൻ എന്ന് പറയുന്നത്. റെഗുലർ പ്ലാനിൻ്റെയും ഡയറക്റ്റ് പ്ലാനിൻ്റെയും മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ റെഗുലർ പ്ലാനിൽ നമ്മൾ ആനുവലി ഏകദേശം 2.5% ആണ് മ്യൂച്വൽ ഫണ്ടിന് കമ്മീഷൻ കൊടുക്കുന്നതെങ്കിൽ ഡയറക്റ്റ് പ്ലാനിൽ ഒരു 1% അതിനേക്കാളും താഴെയായിരിക്കും. അതായത് റെഗുലർ പ്ലാനിൻ്റെ ആനുവൽ എക്സ്പെൻസ് റേഷ്യോ എന്ന് പറയുന്നത് 2.5% ആണ്, ഡയറക്റ്റ് പ്ലാനിൻ്റെ ആ സ്ഥാനത്ത് 1.5% കാണത്തുള്ളൂ. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ റെഗുലർ പ്ലാനിൽ ആ ഫണ്ടിൻ്റെ ഡിസ്ട്രിബ്യൂട്ടർ ആരാണോ അവരുടെ കമ്മീഷനും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഡയറക്റ്റ് പ്ലാനിൽ ആ ഡിസ്ട്രിബ്യൂട്ടർ ഇല്ലാത്തതുകൊണ്ട് ആ ഒരു കമ്മീഷൻ അവിടെ കുറവായിരിക്കും. റെഗുലർ ഫണ്ട്സ് എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ സ്റ്റോക്ക് ബ്രോക്കർ വഴിയോ അല്ലെങ്കിൽ ഒരു മ്യൂച്വൽ ഫണ്ടിൻ്റെ ഡിസ്ട്രിബ്യൂട്ടറോ അഡ്വൈസറോ വഴിയോ അല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്ക് വഴിയോ വാങ്ങിക്കുന്ന ഫണ്ടിനെയാണ് നമ്മൾ റെഗുലർ ഫണ്ട്സ് എന്ന് പറയുന്നത്. നിങ്ങളൊരു റെഗുലർ മ്യൂച്വൽ ഫണ്ട് വാങ്ങിക്കുമ്പോഴത്തേക്ക് നിങ്ങളത് ആര് ത്രൂ ആണോ വാങ്ങിക്കുന്നത് അവർക്ക് ആ മ്യൂച്വൽ ഫണ്ട് കമ്പനി ഒരു കമ്മീഷൻ കൊടുക്കുന്നതായിരിക്കും. അത് യൂഷ്വലി അറൌണ്ട് 1% ആണ് ഇക്വിറ്റി ഫണ്ടിന്. നിങ്ങളിപ്പോൾ ഒരു മ്യൂച്വൽ ഫണ്ട് കമ്പനി വഴി ഡയറക്റ്റ് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ അവിടെ കിട്ടുന്ന ഫണ്ട്സ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ഫണ്ട്സ് ആയിരിക്കും. സോ അതിൻ്റെ അകത്ത് ഡിസ്ട്രിബ്യൂട്ടേഴ്സോ ബ്രോക്കേഴ്സോ ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ ആനുവൽ ചാർജ് എന്ന് പറയുന്നത് റെഗുലർ ഫണ്ടിനേക്കാൾ ഒരു 1% താഴെയായിരിക്കും. ഇതാണ് ആക്സിസിൻ്റെ ലോങ് ടേം ഇക്വിറ്റി ഫണ്ട് എന്ന് പറയുന്ന ടാക്സ് സേവർ പ്ലാനിൻ്റെ റെഗുലർ ഫണ്ട് എന്ന് പറയുന്നത്. ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൻ്റെ എക്സ്പെൻസ് റേഷ്യോ എന്ന് പറയുന്നത് 1.72% ആണ്. ഇനി ഇതാണ് ആക്സിസിൻ്റെ ലോങ് ടേം ഇക്വിറ്റി ഫണ്ടിൻ്റെ ഡയറക്റ്റ് പ്ലാൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ എക്സ്പെൻസ് റേഷ്യോ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും 0.92% ആണ്. അതായത് ഇതേ ഫണ്ടിൻ്റെ റെഗുലർ പ്ലാനിനേക്കാളും 0.8% കുറവാണ് ഇതിൻ്റെ എക്സ്പെൻസ് റേഷ്യോ എന്ന് പറയുന്നത്. ഈ ഡയറക്റ്റ് പ്ലാനിൻ്റെ എക്സ്പെൻസ് റേഷ്യോ റെഗുലർ പ്ലാനിനേക്കാളും കുറവായതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ NAV റെഗുലർ പ്ലാനിനേക്കാളും കൂടുതലാണ്. അതായത് റെഗുലർ പ്ലാനിനേക്കാളും ബെറ്റർ റിട്ടേൺസ് ആണ് ഡയറക്റ്റ് പ്ലാൻ തന്നിട്ടുള്ളത്. ഇനി ഈ ഫണ്ടിൻ്റെ റെഗുലർ പ്ലാനിൻ്റെയും ഡയറക്റ്റ് പ്ലാനിൻ്റെയും ഹിസ്റ്റോറിക്കൽ റിട്ടേൺസ് ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ലാസ്റ്റ് 5 ഇയർ റിട്ടേൺസ് നോക്കുകയാണെങ്കിൽ റെഗുലർ പ്ലാനിനേക്കാളും 10% അഡീഷണൽ റിട്ടേൺസ് ഡയറക്റ്റ് പ്ലാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു 6 മന്തോ അല്ലെങ്കിൽ ഒരു 1 ഇയർ റിട്ടേണോ നോക്കുകയാണെങ്കിൽ ആ ഡിഫറൻസ് എന്ന് പറയുന്നത് 1% അറൗണ്ടേ ഉള്ളൂ. ഇനി നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഇപ്പം ഒരു മ്യൂച്വൽ ഫണ്ടിൻ്റെ റെഗുലർ പ്ലാൻ ആണോ അതോ ഡയറക്റ്റ് പ്ലാൻ ആണോ വാങ്ങിക്കുന്നതെന്ന് ചോദിച്ചാൽ അതിനൊറ്റ ആൻസറേ ഉള്ളൂ, അത് ഡയറക്റ്റ് പ്ലാൻ ആണ്. അതിൻ്റെ റീസൺ ഇതാണ്, ഒരു റെഗുലർ പ്ലാൻ നമ്മളെ അഡീഷണൽ ആയിട്ട് ചാർജ് ചെയ്യുന്ന ആ 1%ന് ലോങ് ടേമിൽ ഹ്യൂജ് എഫക്റ്റ് തന്നെയാണ് ഉള്ളത്. ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ ഒരു ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിൽ ഒരു SIP സ്റ്റാർട്ട് ചെയ്യാണ് 5000 രൂപ വെച്ചിട്ട് 25 വർഷത്തേക്ക്. ആ 25 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് ആ മ്യൂച്വൽ ഫണ്ട് ഒരു 15% ആനുവൽ റിട്ടേൺസ് തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഓൾമോസ്റ്റ് 30 lakhs ആയിരിക്കും കമ്മീഷനായിട്ട് ആ ഏജൻറ്റിന് കൊടുത്തിട്ടുണ്ടാവുക. അപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് 15 ലക്ഷമേ ഉള്ളായിരുന്നു. നിങ്ങൾ 15 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് 30 ലക്ഷം രൂപയാണ് ആ ഏജൻറ്റിന് കമ്മീഷനായിട്ട് കിട്ടിയിട്ടുണ്ടാവുക. അതായത് നിങ്ങൾക്ക് ഒറിജിനലി കിട്ടേണ്ടിയിരുന്ന ഫണ്ടിൻ്റെ 25%ഓളം നിങ്ങൾ കമ്മീഷനായിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും. 15 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് ഏജൻറ്റിന് 30 ലക്ഷം രൂപ കമ്മീഷൻ പോയത് നമ്മൾ റിട്ടേൺസ് എന്ന് പറയുന്നത് 15% ആയിട്ട് അസ്യൂം ചെയ്തുകൊണ്ടാണ്. ഇനി ആ റിട്ടേൺ ഇപ്പം 12% ആണെങ്കിൽ നിങ്ങൾ കമ്മീഷനായിട്ട് കൊടുക്കുന്നത് 17 ലക്ഷം രൂപയാണ്. അപ്പോഴും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിനേക്കാളും കൂടുതലാണ് ഏജൻറ്റിന് കിട്ടിയ കമ്മീഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് SIP ചെയ്തത് 25 വർഷത്തേക്കല്ല 15 വർഷമാണെന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. എന്നിട്ട് നമുക്ക് നോക്കാം എത്രയാണ് കമ്മീഷൻ പോകുന്നതെന്നും എത്രയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തെന്നുള്ളതും. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും 5000 രൂപ വെച്ച് 15 വർഷം ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് 9 lakh ആണ്. അപ്പം ഏജൻറ്റിന് പോകുന്ന കമ്മീഷൻ എന്ന് പറയുന്നത് ഏകദേശം 2.68 lakhs ആണ്. ഇനി SIP ചെയ്യുന്നത് 5 വർഷത്തേക്കാണെങ്കിൽ എത്ര രൂപ കമ്മീഷൻ പോകുന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് 3 lakh rupees ഉള്ളൂ, കമ്മീഷനായിട്ട് പോകുന്നത് 13,000 സംതിങ്ങുമാണ്. അതായത് ഇപ്പം ടോട്ടൽ കമ്മീഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ 5% താഴെ പോകുന്നുള്ളൂ. അതിൻ്റെ അർത്ഥം ഇതാണ്, നമ്മുടെ SIPയുടെ ടൈം പീരീഡ് കൂടുന്തോറും നമ്മൾ കൊടുക്കുന്ന കമ്മീഷനും കോമ്പൗണ്ട് ചെയ്തുകൊണ്ടിരിക്കും. ഇനി നമ്മളൊരു ലംസം എമൗണ്ട് ആണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ എത്ര രൂപയാണ് കമ്മീഷൻ പോകുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പം നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കുമ്പോൾ കാണാൻ പറ്റും ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് 1 lakh ആണ്. അത് 25 വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. 12% ആണ് റിട്ടേൺസ് എന്നെങ്കിൽ നമ്മൾ 1 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് 4.42 lakhs ആണ് കമ്മീഷനായിട്ട് ഏജൻറ്റിന് പോകുന്നത്. ആ 1 ലക്ഷം രൂപ 15 വർഷത്തേക്കാണ് ഇൻവെസ്റ്റ് ചെയ്തതെങ്കിൽ 90,000 രൂപയാണ് കമ്മീഷനായിട്ട് പോകുന്നത്. അതും നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിന് ഏകദേശം ഈക്വലായിട്ട് വരും. അതുപോലെ ആ 1 ലക്ഷം രൂപ 5 വർഷത്തേക്ക് മാത്രമാണ് ഇൻവെസ്റ്റ് ചെയ്തതെങ്കിലും നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഓൾമോസ്റ്റ് 10% ആണ് കമ്മീഷനായിട്ട് ആ ഏജൻറ്റിന് കിട്ടുക. ഈ കമ്മീഷൻ എന്ന് പറയുന്നത് ഇക്വിറ്റി ഫണ്ട്സിന് മാത്രമല്ല ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്, അത് ഡെറ്റ് ഫണ്ട്സിനും ആപ്ലിക്കബിൾ ആണ്. ഫോർ ഇൻസ്റ്റൻസ് ICC പ്രൊഡൻഷ്യൽ ബോണ്ട് ഫണ്ടിൻ്റെ ഒരു ക്വിക്ക് ഗ്ലാൻസ് ആണ് ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നത്. ഇതിൻ്റെ എക്സ്പെൻസ് റേഷ്യോ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും 1.08% ആണ്. ഇനി അതേ ഫണ്ടിൻ്റെ തന്നെ ഡയറക്റ്റ് പ്ലാൻ എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൻ്റെ എക്സ്പെൻസ് റേഷ്യോ എന്ന് പറയുന്നത് 0.57% ആണ്. അതായത് റെഗുലർ പ്ലാനിൻ്റെ പകുതി ചാർജസേ ഉള്ളൂ ഡയറക്റ്റ് പ്ലാനിന്.
ഇനി ഇതേ കാര്യം തന്നെ ഞാൻ LICയുടെ ഒരു ബോണ്ട് ഫണ്ട് ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് ഹ്യൂജ് വേരിയേഷൻ ആണ് കണ്ടത്. നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കുമ്പോൾ കാണാൻ പറ്റും LICയുടെ ഈ ബോണ്ട് ഫണ്ടിൻ്റെ എക്സ്പെൻസ് റേഷ്യോ എന്ന് പറയുന്നത് 1.07% ആണ് റെഗുലർ ഫണ്ടിന്. ഇനി ആ ഫണ്ടിൻ്റെ ഡയറക്റ്റ് പ്ലാനിൻ്റെ എക്സ്പെൻസ് റേഷ്യോ എന്ന് പറയുന്നത് 0.17% ഉള്ളൂ. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഗുഡ് ബൈ അണ്ടിൽ ദ നെക്സ്റ്റ് എപ്പിസോഡ്.